ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ വളരെയധികം സന്തോഷം. വീണ്ടും നല്ലൊരു ദിവസം നമുക്ക് ദൈവം തന്നു. വളരെ മനോഹരമായിട്ട് നമ്മൾ ഇന്ന് മുന്നോട്ട് പോയി. അപ്പൊ എന്തായാലും വളരെ ലൈഫിന് ആവശ്യമുള്ളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ശരിക്കും ഒരുപാട് വ്യക്തികൾക്ക് ഒരു വെളിച്ചമാകാൻ പോകുന്ന കുറെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പൊ അതിനു മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും അറിയാലോ, നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത് ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെ ആയതുകൊണ്ട് വീഡിയോ ഓൺ ആക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം വീഡിയോ ഓൺ ആക്കുക. വീഡിയോ ഓൺ ആക്കാൻ സാധിക്കുന്ന എല്ലാവരും വീഡിയോ ഓൺ ആക്കി തന്നെ ഇരിക്കുക, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം വീഡിയോ ഓൺ ആക്കുക. ഓക്കെ, ഇനി എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ജോഫിനിഷ. വീട് തൃശ്ശൂർ ജില്ലയിലെ മറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഗുരുവായൂരിനടുത്ത്. മോദികെയർ ബിസിനസ്സിൽ വന്നിട്ട് 6 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് വളരെ മനോഹരമായ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്തായാലും ഇപ്പോ ഒരുപാട് ത്രില്ലിലാണ് ഞാൻ. വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. കാരണം എന്താ വെച്ചാല്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആളുകൾക്കും വെളിച്ചമാകാൻ സാധിക്കുന്ന, പല ആളുകളുടെയും വിഷമത്തിന് ഒരു പരിഹാരമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പൊ എല്ലാവരും സാധിക്കുന്നവർ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് എന്തെങ്കിലും കിട്ടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് അത് നോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇനി ത്രില്ല് അടുപ്പിക്കില്ല. നമ്മൾ നേരെ പ്രോഡക്റ്റിലോട്ട് പോവാണ്, അല്ലെങ്കിൽ നേരെ സബ്ജക്റ്റിലേക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഡിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങളെല്ലാവരും ഞാൻ ലിങ്ക് ഷെയർ ചെയ്തപ്പോ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മള് അമിതവണ്ണം എന്ന് പറയുന്ന, ഇന്ന് കൂടുതൽ ആളുകളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പല അസുഖങ്ങളുടെയും മാതാവായിട്ടുള്ള അമിതവണ്ണം എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ തടയാം. അതേപോലെ പല ആളുകൾക്കും പേടിയുണ്ടാവും. ഇപ്പൊ ഞാൻ ഒബീസ് അല്ല, പക്ഷെ എനിക്ക് ഭാവിയിൽ ഒബീസ് ആവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഉള്ളിലുള്ള ഒരു കൺഫ്യൂഷൻസ് ആയിരിക്കും. ഇതെങ്ങനെ വർക്ക്ഔട്ട് ആവും, നമുക്ക് പല സംശയങ്ങൾ മിക്കവാറും ഇന്നത്തെ പ്രോഗ്രാമിനോട് കൂടിയിട്ട് നമുക്ക് ഒരു ഫൈനലിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുന്ന വലിയൊരു യത്നത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ കമ്പനി പുതിയ ഒരു സെക്ടർ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്, ഷേപ്പ് ഷിഫ്റ്റ് അല്ലെ. അപ്പൊ ഞാൻ പോസ്റ്റർ ഇട്ടപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഷിഫ്റ്റ് ഷേപ്പ് യൂസിങ് ഷേപ്പ് ഷിഫ്റ്റ്. നമ്മൾ ഇപ്പോ അമിതവണ്ണമുള്ള ആളുകൾ ഉണ്ടായിരിക്കാം ഈ ഗ്രൂപ്പില്, വണ്ണം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവാം. ആര് തന്നെയായാലും ഇനി നമ്മൾ വിചാരിച്ച ആ ഒരു ഷേപ്പിലേക്ക്, നമ്മൾ വിചാരിച്ച നമ്മൾക്ക് അത്രമാത്രം കോൺഫിഡൻസ് തരാൻ സഹായിക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി നമ്മൾ പതുക്കെ സെഷനിലോട്ട് പോവാണ്. മനസ്സിലാക്കിയ ആദ്യം തന്നെ, എന്തിനാണ് നമ്മൾ വെയിറ്റ് മാനേജ് ചെയ്യണേ? ചില ആളുകൾ പറയും, ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഈ തടി, എനിക്ക് വെയിറ്റ് കുറയ്ക്കണ്ട, അങ്ങനെ പറയും. ചില ആളുകൾ പറയും. ചില ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വെയിറ്റ് കുറച്ച് കിട്ടിയാൽ മതി എന്നുണ്ടായിരിക്കും. പല റീസൺ കൊണ്ടായിരിക്കും നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. നല്ല ഡ്രസ്സ് ഇടാൻ പറ്റാത്തതായിരിക്കാം ചില ആളുകളുടെ വിഷമം. ചില ആളുകളെ സംബന്ധിച്ച് എന്താണ്, പല ഒരു 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 എന്താ, ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ കോൺഫിഡൻസോട് കൂടിയിട്ട് പോയി നിൽക്കാൻ പറ്റാത്തതായിരിക്കാം ചില ആളുകൾക്കുള്ള പ്രോബ്ലം. ചില ആളുകളെ സംബന്ധിച്ച് അതൊന്നല്ല. ശരിക്കും പറയുകയാണെങ്കിൽ അതൊന്നുമല്ല, കോൺഫിഡൻസോ നല്ല ഡ്രസ്സ് ഇടാൻ പറ്റുന്നതോ അതൊന്നല്ല ശരിക്കും വിഷയം. നമ്മളുടെ വെയിറ്റ് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പല അസുഖങ്ങളിലേക്കും അത് വഴി വെട്ടിക്കൊണ്ടുപോകും. പല അസുഖങ്ങൾക്കും നമ്മൾ പതുക്കെ വിധേയമാവാൻ തുടങ്ങും. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോണത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. സോ പല ക്രോണിക് ഡിസീസസിനും കാരണമാകുന്ന ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് എങ്ങനെ തടയാം, അതിന്റെ റീസൺസ് എന്തൊക്കെയാണ്, എല്ലാം നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യും. അതിനു മുന്നേ, ഇന്ന് ഇന്ത്യയുടെ പോപ്പുലേഷനിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ഒരു 70% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ഇസ് ഒബീസ് ഓർ ഓവർ വെയിറ്റ് എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ 10-ൽ 7 പേരും ഒബീസ് എന്നാണ്. ഇപ്പൊ നമ്മളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ എടുത്ത് നോക്കി നോക്കൂ, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഒരു 5 പേരുള്ള ഒരു വീടാണെങ്കിൽ അതിൽ 2-3 പേര് ഒബീസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു ഫാമിലി, നമ്മളൊരു തറവാട് എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര പേര് വണ്ണമുള്ളവരെ നമുക്ക് അറിയാൻ പറ്റും. ഇനി നമ്മളൊരു ഫ്രണ്ട്സിന്റെയോ അല്ലെങ്കിൽ
ഒരു നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊലീഗ്സോ കൂടെ പഠിക്കുന്ന ആളുകളെ നമ്മളെടുത്ത് നോക്കി നോക്കൂ. ഒരു ബെഞ്ചില് 4 പേര് ഇരിക്കണമെങ്കിൽ അതിൽ 3 പേര് ഒബീസ് ആണെങ്കിൽ 2 പേര് ഒബീസ് ആണ്. അപ്പൊ അത്രമാത്രം ഒബീസിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓവർ വെയിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം കൊണ്ട് ഫേസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇന്ന് അത്രമാത്രം ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. ഓക്കെ, ഇനി ഹൈ റിസ്ക് ഓഫ് ഒബീസിറ്റി അതിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് ഒബീസിറ്റി നമുക്ക് അറിയണ്ടേ? ഒബീസിറ്റി എന്ന് പറയുന്നത് ഒരു വേർഡാണ്, ഒരു വേർഡ്. ആ വേർഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ശരീരത്തിന് ഉള്ളില് പ്രവർത്തിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ നമുക്കറിയാം അല്ലെ? നമ്മളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഗ്രോത്ത് ഹോർമോൺ. ആ ഗ്രോത്ത് ഹോർമോണിന്റെ കണക്ക് പ്രകാരം നമ്മൾ ഇത്ര നിശ്ചിത ഹൈറ്റ്, നമ്മൾ ഒരു അഡലസൻസ് പീരീഡിൽ നമ്മൾ നിശ്ചിത ഹൈറ്റിൽ വന്ന് എത്തിച്ചേരും. പിന്നീട് ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഒരു നിശ്ചിത സമയത്തിന് മാത്രമാണ് ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ഗ്രോത്ത് ഹോർമോൺ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ട്, പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ് നമുക്ക് ഹൈറ്റ് വെക്കാൻ സാധിക്കില്ല. പക്ഷെ വെയിറ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമുക്ക് വെയിറ്റ് കൂട്ടാനും പറ്റും കുറയ്ക്കാനും പറ്റും. എപ്പോഴാണ് ഒരു വ്യക്തി ഒബീസ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മളെ ശരീരം തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അളവിലുള്ള വെയിറ്റ് വരുമ്പോഴാണ് നമ്മൾ ഒബീസ് ആവുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, എന്താണ് എന്താണ് 50 കിലോനെ തൂക്കുള്ളൂ, ഞാൻ ആകെ 50 കിലോനെ തൂക്കുള്ളൂ, ഞാനൊരു 60 കിലോനെ തൂക്കുള്ളൂ, അപ്പൊ ഞാൻ എങ്ങനെ ഒബീസ് ആവലെന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളുടെ ഹൈറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് നമ്മൾ വേണ്ടത്. സോ ഒരു ആളുടെ ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് നമ്മൾ പരിഗണിക്കുക അല്ലെങ്കിൽ ചാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഹൈറ്റും വെയിറ്റും ബാലൻസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒബീസിറ്റി വരാനുള്ള റീസൺ? അതിലേക്ക് കടന്നിട്ട് അതിനുശേഷം നമുക്ക് റിസ്ക് ഫാക്ടറിലോട്ട് വരാം. അതായത് ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു വേർഡ് ഫോം ആവാൻ തന്നെ കാരണമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സംഗതിയാണ് എനർജി, അല്ലെ? എനർജി. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാവില്ല. എനർജീനെ കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കലോറി. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള കലോറിയാണ് നമുക്ക് എനർജി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള എനർജി കൂടുന്നു, ചില സമയത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള കലോറി കുറയുന്നു. 2 കണ്ടീഷനും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ത്രാസിന്റെ കാര്യം നമ്മൾ പറയാറില്ലേ, വെയിറ്റ് നോക്കാൻ ഇങ്ങനെ അളക്കുന്ന ഒരു സംഗതി. അപ്പൊ അതിലൊരു ഭാഗത്ത് നമ്മൾ എനർജി വെക്കാന്ന് വിചാരിക്കുക, കലോറി വെക്കുകയാണ്. കലോറി കൂടുതലും അത് ചെലവഴിക്കുന്ന നമ്മളുടെ ആക്ടിവിറ്റീസ് കുറവാണെങ്കിൽ അവിടെ ആർക്കാ തൂക്കം കൂടുക? കലോറിക്കാണ് തൂക്കം കൂടുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് എക്സ്ട്രാ ഫാറ്റ് ആയിട്ട് ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ചില ആളുകളെ സംബന്ധിച്ച് കലോറി ഇൻടേക്കും അവരുടെ ശരീരത്തിൽ നടക്കുന്ന ആക്ടിവിറ്റീസിന്റെ ഔട്ട്പുട്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ത്രാസ് എന്താവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആളുകളെ സംബന്ധിച്ച് അവർ കറക്റ്റ് ആയിട്ട് വെയിറ്റ് മാനേജ് ചെയ്തു പോകുന്ന ആളുകളായിരിക്കും, അവർ ഒബീസ് ആവില്ല. അത് തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ എനർജി കുറവും അതായത് കലോറി കുറവും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കൂടുതലും ആണെങ്കിൽ ആക്ടിവിറ്റീസിന്റെ ഭാഗത്തേക്ക് ത്രാസ് കൂടുതൽ തൂങ്ങി നിൽക്കും, കലോറി കുറവായിരിക്കും. ഇവിടെയാണ് വെയിറ്റ് ലോസ് സംഭവിക്കുക. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. ഇനി പോകുന്ന സെഷൻ ഇനി കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഹൈ റിസ്ക് ഓഫ് ഒബേസിറ്റി. ഒബേസ് ആകുന്ന ആളുകൾ അല്ലെങ്കിൽ ഒബേസിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോണത്. എന്താ പൊണ്ണത്തടി ഉണ്ടായാൽ ഒരു കുഴപ്പം, അല്ലെങ്കിൽ വണ്ണം കൂടിയോണ്ട് എന്താ കുഴപ്പം? അപ്പൊ ഈ മീറ്റിംഗിൽ തന്നെ ഇരിക്കുന്ന ആളുകൾ പലർക്കും മനസ്സിലുള്ള ഒരു ധാരണ പറയട്ടെ, പൊതുവെ ആളുകൾക്കുള്ള ഒരു ധാരണയാണ്, ഞാൻ തടിയൊക്കെ ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തു, എനിക്കൊന്നിലും ഒരു പ്രശ്നമില്ല, ഞാൻ ഹെൽത്തിയാണ്. പക്ഷേ ഭാവിയിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാല് ഇന്ന് നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്ന എല്ലാ രോഗങ്ങളും, ഇപ്പൊ ഡയബറ്റിസ് ആയാലും പിന്നെ എന്താണ് ഇപ്പോ ജോയിന്റ്സിൽ വരുന്ന ആർത്രൈറ്റിസ് ആയാലും, വാദത്തിന്റെ പ്രശ്നങ്ങളായാലും, ഹൈ BP ആയാലും, ഹൈ കൊളസ്ട്രോൾ ആയാലും, ഹാർട്ട് അറ്റാക്ക് ആയാലും, സ്ട്രോക്ക് ആയാലും, ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് സ്വിച്ച് ഇട്ട പോലെ വരുന്നതല്ല. കുറേ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട്, കൊഴുപ്പടിഞ്ഞിട്ടും അങ്ങനെ പല കാരണങ്ങളാലാണ് നമ്മളുടെ സെല്ലുകളിൽ ഡാമേജ് വന്നിട്ടാണ് ഒരു ദിവസം നമുക്ക് ശരീരത്തിൽ അത് ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ
ഒബീസ് ആയിട്ടുള്ള ആളുകളുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോ നമുക്ക് നിലവിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒബീസ് ആവണത്. അപ്പൊ ഭാവിയിൽ നമുക്ക് ഇത്തരം പ്രോബ്ലംസ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഞാൻ ആരും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഉള്ള ഫാക്ട് പറഞ്ഞതാണ്. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ സാധ്യത 99% ഉണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് ചില ആളുകൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ ആയിരിക്കും വരുന്നുണ്ടാവുക, ഹൈ കൊളസ്ട്രോൾ അല്ലെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് വരുന്ന കലോറി ശരീരത്തിന് അങ്ങനെ മാത്രമേ ആ ഒരു സിസ്റ്റം മാത്രമേ ശരീരത്തിന് ഇൻബിൽട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി എക്സസ് ആവുമ്പോൾ ആവശ്യത്തിനുള്ള എനർജി അല്ലേ അതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അമിതമാകുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? അമിതമാകുന്ന സമയത്ത് ഈ എക്സസ് ആവുന്ന കലോറി മുഴുവൻ നമ്മുടെ ശരീരം കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രൂപമാണ് ഫാറ്റ്. അതിനങ്ങനെ ചെയ്യാനേ അറിയുള്ളൂ. ആ ഫാറ്റ് രൂപത്തിൽ അത് സ്റ്റോർ ആവുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് അറ്റാക്ക്, സ്ട്രോക്ക്, ഫാറ്റി ലിവർ, ഇന്ന് പല ആളുകളും കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആണ്. ലേഡീസിന് പോലും ഫാറ്റി ലിവർ വരുന്നു, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. പണ്ട് ലിവറിന് അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആളുകൾ പറയാം തണ്ണി അടിക്കുന്ന ആൾക്കാർ അല്ലെ, ഡ്രഗ് അഡിക്ട്സിന്, ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് പ്രോബ്ലം ഉണ്ടെന്ന് പറയാം. പക്ഷെ ഇന്നിപ്പോ ലേഡീസിന് പോലും അങ്ങനത്തെ പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹൈ കലോറി ഇൻടേക്ക് ആണ്. പിന്നെ എന്താണ്, ജോയിന്റ് പെയിൻ അല്ലെ, നമ്മുടെ വെയിറ്റ് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ പതുക്കെ നമുക്ക് മുട്ടുവേദന വരുന്നു. നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ വണ്ണം കൂടുതലുള്ള ആളാണെങ്കിൽ ഡോക്ടർ ആദ്യം പറയും നിങ്ങൾ വണ്ണം കുറയ്ക്കും എന്നാണ് പറയാം. അപ്പൊ ഇങ്ങനെ കുറെ പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ട്. കിഡ്നി പ്രോബ്ലംസ് ആയാലും ഹാർട്ട് പ്രോബ്ലംസ് ആയാലും ഡയബറ്റിസ് ആയാലും ബ്ലഡ് പ്രഷർ ആയാലും ഇങ്ങനെ കുറെ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു റീസൺ, ഒബീസ് ആവുന്ന ആളുകൾക്ക് ഇത് വരാൻ സാധ്യത കൂടുതലെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ജീവിതശൈലി തന്നെയാണ്. കാരണം എന്താ വെച്ചാല് നമ്മള് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് നിറയെ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അല്ലെ. നന്നായി പണിയെടുക്കുകയും ചെയ്യും, അവർ നന്നായി ഭക്ഷണം കഴിക്കുകയും ചെയ്യും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഉള്ള തലമുറയെ സംബന്ധിച്ച് പണിയെടുക്കൽ കുറവും ഭക്ഷണം കഴിക്കൽ കൂടുതലാണ്. നമ്മളെ പാരന്റ്സ് ആണെങ്കിൽ വയറ് നിറയെ കഴിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് പണ്ട് മുതലേ അവർ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഒരു 65 ഉള്ള അമ്മമാർക്ക് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അവര് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നന്നായി ദേഹാധ്വാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നന്നായി ഭക്ഷണം കഴിച്ചിരുന്നു. ചോറ് തന്നെയല്ല അവർ ധാരം കഴിച്ചിരുന്നത്, കഞ്ഞിയും ചോറൊക്കെ തന്നെയാണ്. പക്ഷെ ഇന്ന് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ അതേ അളവ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു വ്യായാമം അല്ലെങ്കിൽ ജീവിതശൈലി അല്ല നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദോഷത്തിലേക്ക് പോകുന്നതാണ്. സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കൂടുതൽ, ക്വാണ്ടിറ്റി കൂടുന്നു, ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കുട്ടികളെ സംബന്ധിച്ചായാലും വലിയവരെ സംബന്ധിച്ചായാലും വയറ് നിറയെ കഴിക്കുന്നതിൽ കാര്യമില്ല, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അതുപോലെ തന്നെ എക്സസൈസ് ഇല്ല. ഇന്നത്തെ നമ്മുടെ ആളുകൾക്ക് തീരെ എക്സസൈസ് ഇല്ല. കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സംശയമാണ്. പകരം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ബേക്കറി സാധനങ്ങൾ, എണ്ണയിൽ മുക്കി പൊരിച്ച സാധനങ്ങൾ, ഡീപ് ഫ്രൈ ചെയ്ത സാധനങ്ങൾ, മീൻ കറി വെച്ചതിനെക്കാട്ടിലും എല്ലാവർക്കും ഇഷ്ടം മീൻ പൊരിച്ചതാണ്. ശരിയാണല്ലോ, എണ്ണയിൽ മുക്കി പൊരിച്ച സാധനങ്ങളോടാണ് നമുക്ക് കൂടുതൽ അട്രാക്ഷൻ വരുന്നത്. ബേക്കറി സാധനങ്ങളായാലും പ്രോസസ്ഡ് ഫുഡ്സ് ആയാലും ജങ്ക് ഫുഡ് ആയാലും ഒക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ബാഡ് ഫുഡ് ഹാബിറ്റ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി, ചില ആളുകളെ സംബന്ധിച്ച് പാരന്റ്സിന് തന്നെ അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ മക്കൾക്ക് ആ ഒരു അമിതവണ്ണം കൈമാറി വരുന്നു. ചില ആളുകൾക്ക് ചില മെഡിസിൻസ് കഴിക്കുമ്പോഴായിരിക്കും അവര് ഓവർ വെയിറ്റ് ആവുന്നത്. ചില ആളുകൾക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിലും അമിതവണ്ണം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ പലർക്കും പല റീസൺ ആണ് വണ്ണം വയ്ക്കാൻ, ശരീരത്തിലെ എക്സസ് വെയിറ്റ് വരാനുള്ള റീസൺസ് പലതാണ്. അപ്പൊ അതിൽ പൊതുവെ കണ്ടുവരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ പറഞ്ഞ ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്സ്, ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കൂടുതൽ, ക്വാളിറ്റി ശ്രദ്ധിക്കാതെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ വല്ലാതെ ശ്രദ്ധ കൊടുക്കുന്നു. വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നു. വയറ് നിറയെ കഴിക്കേണ്ടത് നല്ലതാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ വയറ് നിറയ്ക്കുന്നു. ഡീപ് ഫ്രൈഡ് സാധനങ്ങൾ ഇങ്ങനത്തേക്ക് കഴിക്കുന്നു, അതിനനുസരിച്ചിട്ടുള്ള ഒരു എനർജി ലോസ് നമുക്ക് വരുന്നുമില്ല. അതാണ് ഈ പ്രോബ്ലംസ് വരാനുള്ള ഒന്നാമത്തെ ഒരു റീസൺ ആയിട്ട് പറയുന്നത്. ഇനിയിപ്പോ ഇന്നിപ്പോ ഒബീസിറ്റി എന്ന് പറയുന്ന പ്രോബ്ലം കുട്ടികളിൽ പോലും വളരെ സുലഭമായി കണ്ടുവരുന്നു എന്നുള്ളതാണ്. കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ചെറിയ കുട്ടികൾ പോലും എത്രമാത്രം ഒബീസ് ആവുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം
ഈ ഹൈ റിസ്ക് ഓഫ് ഒബീസിറ്റി ഓർ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലം ഉള്ള ആളുകൾ പൊതുവെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45% ആളുകൾക്കും ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. 85% ആളുകളും ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് വീഴും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പ്രത്യേകിച്ച് ലേഡീസിനെ സംബന്ധിച്ച് PCOD-യും അതുപോലെ തന്നെ ഡയബറ്റീസും കണക്റ്റഡ് ആണ്. PCOD ഉള്ള വ്യക്തിക്ക് കൃത്യമായിട്ട് മെൻസസ് ഉണ്ടാവില്ല, അവർ ഓട്ടോമാറ്റിക്കലി വണ്ണം വെക്കും. അത് തന്നെ ആരോ മാർക്ക് ഇട്ട് നമുക്ക് കാണിക്കുന്നത് ഡയബറ്റീസിലേക്കാണ്. കാരണം എന്താ വെച്ചാല് യൂട്രസിലോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിലോ അണ്ടാശയത്തിലോ വരുന്ന ഷുഗർ ആണ് PCOD എന്ന് പറയുന്നത്. അപ്പൊ ഭാവിയിൽ എന്തായാലും അമിതവണ്ണമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവര് ഓട്ടോമാറ്റിക്കലി ഡയബറ്റിക് ആയി മാറും. ഓക്കെ, പേടിപ്പിക്കാൻ വേണ്ടി പറയണതല്ല, ഫാക്ട് പറയണതാണ്. ഈ 20 to 50% റിസ്ക് നമുക്ക് എന്താണ്, ഹൈപ്പർ ടെൻഷൻ, BP കൂടാനുള്ള സാധ്യത ഉള്ള ആളുകൾക്ക് BP കൂടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ CKD എന്ന് പറയുമ്പോൾ 20 to 25% ഓഫ് ആളുകൾക്കും കിഡ്നി ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. 25% മുതൽ 30% വരെയും ലിവർ പ്രോബ്ലംസ് വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഇന്ന് നിങ്ങൾ ഒരു കാര്യം വേണമെങ്കിൽ നോക്കിക്കോളൂ, ഒരു 30 വയസ്സിന് മേലെ, ഒരു 30 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ഒരു വയറുവേദനയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ അബ്ഡമൻ എന്ന് പറയുന്നത് നമ്മുടെ വയറിന്റെ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഒന്ന് പരിശോധിച്ചോളാം. നമ്മളുടെ ബന്ധുക്കൾക്കോ, ഇപ്പൊ നമുക്ക് എടുത്തിട്ടില്ലെങ്കിലും സാറില്ല, നമ്മളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 99% ആളുകൾക്ക് ഫാറ്റി ലിവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഫാറ്റി ലിവർ എന്ന് കാണിക്കുന്നുണ്ടാവും, ലിവറിന്റെ അവിടെ ഫാറ്റി ലിവർ. ചില ആളുകൾക്ക് അത് ഗ്രേഡ് 1 ആയിട്ടുണ്ടാവും, ചില ആളുകൾക്ക് അത് ഗ്രേഡ് 2 ആയിട്ടുണ്ടാവും. ഫാറ്റി ലിവർ അൺകൺട്രോൾഡ് ആയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വണ്ണം ഉണ്ടാവണം എന്നില്ല കേട്ടോ, തടി അധികമുള്ള ആൾക്കാരൊന്നും ആവില്ല, പക്ഷെ ഫാറ്റി ലിവർ അവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഈ ഫാറ്റ് ഇത്രമാത്രം ലിവറിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി, നമ്മൾ പറഞ്ഞല്ലോ കലോറി ഫോമിൽ നമുക്ക് കിട്ടുമ്പോൾ അത് എക്സസ് ആവുന്ന സമയത്ത് നമ്മുടെ ശരീരം കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്ന, ഫാറ്റ് ആയിട്ട് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് ലിവർ. രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് മസിൽസ് ആണ്. പാവം നമ്മുടെ ലിവർ ഈ കൊഴുപ്പ് നിറഞ്ഞ് കുറെ കഴിയുമ്പോൾ ഫാറ്റ് ലിവർ എന്നുള്ളത് എന്താണ്, ലിവർ ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് കണ്ടീഷനിലേക്ക് വഴുതും. ലിവർ ഫൈബ്രോസിസ് കുറച്ച് കഴിയുമ്പോൾ ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം പിന്നെ രക്ഷയില്ല. ചില ആളുകൾക്ക് അതിന്റെ അടുത്ത സ്റ്റേജിൽ ലിവർ ക്യാൻസർ വരെയും പോകും. ഓക്കെ, അപ്പൊ നമ്മള് ശരിക്കും അവയർനെസ് നമുക്ക് ഉണ്ടാവേണ്ടതാണ്. നമുക്ക് എല്ലാവർക്കും നമ്മൾ സ്വയം ചിന്തിക്കുക, എനിക്ക് ഫാറ്റ് ലിവർ ഉണ്ടാവുമോ? സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, വയറിന്റെ സ്കാനർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രമാത്രം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഒബീസ് ആകുന്ന വ്യക്തികളെ സംബന്ധിച്ച്. സോ നമുക്ക് ഡിസൈഡ് ചെയ്യാം അല്ലെ, നമുക്ക് ഇനി ഒബീസിറ്റി വേണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇനി ഓൾറെഡി ഒരു പഠനം നടത്തിയതില് 2022 തന്നെ കുറെ ആളുകൾ അവെയർ ആണ്. കാരണം എന്താണ്, പോസ്റ്റ് കോവിഡ് നമുക്കറിയാം, കൊറോണയ്ക്ക് ശേഷം ആളുകള് അവരവരുടെ ഹെൽത്ത് നോക്കാൻ വളരെയധികം കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണങ്ങൾ സംഭവിക്കുന്നു, നടന്നു പോണ ആള് കുഴഞ്ഞു വീണ് റോട്ടിൽ വീണ് മരിക്കുന്നു, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു. അപ്പൊ ആളുകൾ കുറച്ചും കൂടി ഒക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ തന്നെ നോക്കി നോക്കൂ, 2022 തന്നെ 1.72 lakh crore എന്താണ് ഇൻഡസ്ട്രി ആണ് വെയിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ 2028 ആവുമ്പോഴേക്കും 3.1 lakh ക്രോറിലേക്കാണ് അതിന് കുതിച്ച് ചാടാൻ പോണത്. കാരണം എല്ലാവർക്കും ആവശ്യം എന്താണ്, അവർ ഫിറ്റ് ആവാന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പേരിലാണ് ഇന്നിപ്പോ ഒരുപാട് വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ജിം സെന്റേഴ്സ് ഉണ്ട്, യോഗ സെന്റേഴ്സ് ഉണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് എത്ര പേര് ചെയ്യും എന്നുള്ളതാണ് സംശയം. രാവിലെ ഒക്കെ നമ്മള് റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ ആളുകൾ നടക്കാൻ പോണത് കാണാൻ പറ്റും, ജോഗ് ചെയ്യണവരെ കാണാൻ പറ്റും. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള ഓൾമോസ്റ്റ് ആളുകളും, 99% ആളുകളും. ഇനി വെയിറ്റ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവം ഒന്നല്ല, വെരി ഈസി ആയിട്ടുള്ള ഒരു കണക്കാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു കണക്കാണ്. എനിക്ക് ഈ ചിത്രം ഈ ഒരു PDF കാണാൻ പറ്റണോ, കൃത്യമായിട്ട് കാണാൻ പറ്റണോ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കലോറിനെക്കാട്ടിലും കൂടുതലാണ് നമ്മളുടെ എനർജിയുടെ ചെലവ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വെയിറ്റ് ലോസ് സംഭവിക്കും. പൈസയുടെ കണക്ക് വേണമെങ്കിൽ വെച്ച് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവും. 10 രൂപ കിട്ടി,
15 രൂപ ചെലവാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? കാലി അല്ലെ? പേഴ്സ് കാലിയാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന ആഹാരം എത്രയാണ് അതിനെക്കാട്ടിലും കൂടുതൽ ആക്ടിവിറ്റി, കുറച്ചും കൂടി ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് ലോസ് നടക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ എന്താ ചെയ്യേണ്ടത്? ലോ കലോറി ഭക്ഷണവും അതിനനുസരിച്ചിട്ടുള്ള ഹൈ മെറ്റബോളിക് ആക്ടിവിറ്റീസും കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വെയിറ്റ് ലോസ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇനി ആരും പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് കൊണ്ടുവരാൻ സാധിക്കും. ഇനി തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ആളുകൾ പട്ടിണി കിടക്കും. ഇത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്ലാൻ ചെയ്യാം, ഡയറ്റ് ചെയ്യാം. ഡയറ്റ് എന്നൊരു വാക്കിലേക്ക് എല്ലാവരും. പക്ഷെ ദോഷം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാല് നമുക്ക് 3 തരം മാസുകളുണ്ട്. ബോൺ മാസ് ഉണ്ട് അല്ലെ, എല്ലിന് ഒരു കനുണ്ട്. മസിൽ മാസ് ഉണ്ട്, ഫാറ്റ് മാസ് ഉണ്ട്. 3 തരത്തില് മാസ് ഉണ്ട്. അപ്പൊ അതിൽ അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ വെയിറ്റ് ലോസിന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫാറ്റ് ലോസിന് പകരം മസിൽ ലോസ് നടക്കും. അത് ദോഷം ചെയ്യും. അപ്പോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് മസിൽ സ്ട്രോങ് ആവുകയും ഫാറ്റ് ആണ് ഇല്ലാതാവും ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, 1 സെക്കൻഡ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള കലോറി ഇൻടേക്ക് ആണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ വെയിറ്റിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ ഗ്രേറ്റർ ദാൻ ആൻഡ് ലെസർ ദാൻ സിമ്പിൾ കണ്ടപ്പോ കണക്ക് കണ്ട് പേടിച്ചിട്ടില്ല ആരും. വളരെ സിമ്പിൾ ആണ്. കലോറി ഇൻടേക്ക് കൂട്ടുന്നു, കലോറി ഇൻടേക്ക് കുറയ്ക്കുന്നു, കലോറിയുടെ ചെലവ് കൂട്ടുന്നു, ഓട്ടോമാറ്റിക്കലി വെയിറ്റ് ലോസ് സംഭവിക്കും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, എല്ലാവർക്കും വേണ്ട ഒരു നോളജ് ഉണ്ട്, ആവശ്യമായിട്ടുള്ള ഒരു നോളജ് ആണ് വെയിറ്റ് ഗെയിൻ എന്താണ്, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് എന്താണ്, വെയിറ്റ് മാനേജ്മെന്റ് എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ക്ലാസ്സിന്റെ കാര്യം, അത് തന്നെയാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജിനെക്കാട്ടിലും കുറവാണ് നമ്മൾ ചെലവാക്കണമെന്നുണ്ടെങ്കിൽ ഇത് അടിഞ്ഞുകൂടും, എക്സസ് ആവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് വെക്കും. രണ്ടും ഈക്വൽ ആയിട്ടാണ് പോണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് പോകും. ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനേക്കാട്ടിലും കൂടുതൽ നമ്മൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് ലോസ് സംഭവിക്കും. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് മൈ പ്ലേറ്റ് ടെക്നിക്ക് ഉപയോഗിക്കാം. മൈ പ്ലേറ്റ് ടെക്നിക്ക് എന്താന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡുകളിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് എങ്ങനെ നമുക്ക് കലോറി ഇൻടേക്ക് കൂട്ടാം, എങ്ങനെ കലോറി ചെലവാക്കുന്നത് കൂട്ടാൻ പറ്റും. സോറി, കലോറി ഇൻടേക്ക് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കലോറി ഇൻടേക്ക് കുറയ്ക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ് നമ്മൾ കലോറി ഇൻടേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? അധികം കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം കുറയ്ക്കാം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അരിയാഹാരം പരമാവധി കുറയ്ക്കുക. പകരം പ്രോട്ടീൻ അധികം അടങ്ങുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ ഫൈബറും പ്രോട്ടീനും ഒക്കെയാണ് മെയിൻ സോഴ്സ് ആയിട്ട് വേണ്ടത്. അതേപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ്, എണ്ണയിൽ മുക്കി പൊരിച്ച സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലേക്ക് വരിക. ഇനി കലോറി ഇൻടേക്ക് കലോറിയുടെ എക്സ്പെൻഡിച്ചർ കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. മെറ്റബോളിസം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അത് നമുക്ക് അറിയാൻ പറ്റും. അമിതവണ്ണമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരെ നടത്തം തന്നെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. വളരെ സ്ലഗ്ഗിഷ് ആയിരിക്കും, വളരെ സ്ലോ ആയിട്ട് അവർ നടക്കുന്നുണ്ടാവുക. വളരെ ആക്റ്റീവായിട്ട് ചടപടാന്ന് അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതിന്റെ റീസൺ എന്താ വെച്ചാൽ അവരുടെ ശരീരത്തിന്റെ ഉൾഭാഗം നോക്കി കഴിഞ്ഞാലും അവരുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, മെറ്റബോളിസംസ് എന്ന് പറയുന്ന ആ പ്രവർത്തനങ്ങൾ പോലും കൃത്യമായ അളവില് കൃത്യ സ്പീഡിൽ നടക്കുന്നുണ്ടാവുക. വളരെ സ്ലഗ്ഗിഷ് ആയിട്ടാവും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക. സോ മെറ്റബോളിസത്തിന്റെ സ്പീഡ് കൂടുമ്പോൾ, ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന റിയാക്ഷൻസിന്റെ സ്പീഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരത്തിന് അത്രയും എനർജി ആവശ്യം വരും. അപ്പൊ കലോറി എക്സ്പെൻഡിച്ചർ കൂടും. കലോറി എക്സ്പെൻഡിച്ചർ കൂടാൻ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കലോറി എക്സ്പെൻഡിച്ചർ കൂടുകയും ചെയ്യും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കലോറിയുടെ കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് അതിവിദൂരത്തല്ല. ഇനി അടുത്തത് ടു റെഡ്യൂസ്. ഓക്കെ, പെട്ടെന്ന് ഒരു വ്യക്തി വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്യണം.
അപ്പൊ നമ്മളിങ്ങനെ പെട്ടെന്ന് ഭക്ഷണമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വയ്യായ്ക വരുമോ അല്ലെ? അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ടേ? എന്തെങ്കിലും വയ്യായ്ക വരുമോ? അല്ലെങ്കിൽ ഞാനിപ്പോ ഭക്ഷണമൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്, വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്നുള്ളൂ, അപ്പൊ ഞാൻ ഈ പക്ക ഡയറ്റിലാണ്, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം സംഭവിക്കുമോ? കുറെ കാലം കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ നമുക്ക് നോക്കി നോക്കാം. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് രീതിയിലല്ല നമ്മൾ വെയിറ്റ് ലോസ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരാവുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്, നമ്മൾ വളരെയധികം ക്ഷീണിച്ചു പോകും. ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ നമുക്ക് ഉണ്ടാവും, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, ഗുഡ് ഫാറ്റിന്റെ ഡെഫിഷ്യൻസി വരും. അപ്പൊ നമുക്കറിയാലോ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരാൻ പാടില്ല ഒരു വ്യക്തിക്ക് ഒരിക്കലും. കാരണം എന്താണ്? പ്രോട്ടീൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ശരീരത്തിന്. അതിനെ ഡെയിലി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രോട്ടീൻ കഴിക്കണം. പ്രോട്ടീൻ കഴിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും ഒരു ഡാമേജ്, ഇപ്പൊ ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ നടന്നു കുറെ പൊല്യൂഷൻ ശ്വസിച്ചെടുത്തു, നമ്മൾ അതുകൊണ്ട് കുറെ ഡാമേജസ് നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടാവും. അതൊക്കെ റിപ്പയർ ചെയ്യാൻ പ്രോട്ടീൻ ആവശ്യമാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ കുറെ ടെൻഷൻ അടിച്ച് സ്ട്രെസ്ഡ് ആയിപ്പോയി, അതിലൂടെ നമുക്ക് കുറെ ഡാമേജസ് വന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഡാമേജസിനെ റിപ്പയർ ചെയ്യാൻ പ്രോട്ടീൻ ആവശ്യമാണ്. മസിൽ ഗ്രോത്തിനും മാത്രമല്ല, റിപ്പയർ ചെയ്യാനും ഡാമേജസിന് മുഴുവൻ റിക്കവർ ചെയ്തെടുക്കാനും പ്രോട്ടീൻ ആവശ്യമാണ്. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, നമ്മൾ അപ്പാടെ ഭക്ഷണം നിർത്തി കഴിഞ്ഞാൽ വരുന്ന പ്രോബ്ലം ആണ്. നമുക്ക് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഡെഫിസിറ്റ് ആയി കഴിഞ്ഞാൽ വരുന്ന പ്രോബ്ലം, നമുക്ക് ഇമ്മ്യൂൺ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കില്ല. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ദൈവം നമുക്ക് തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുള്ള ഇമ്മ്യൂൺ റെസിസ്റ്റൻസ്, രോഗപ്രതിരോധ ശക്തി. രോഗപ്രതിരോധ ശക്തി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഓർഗാനിസംസ് നമ്മുടെ ഉള്ളിലോട്ട് കയറി വരുന്നതിനെ തടയാൻ മാത്രമല്ല, നമ്മളുടെ ഉള്ളിലുള്ള വിഷത്തിനെ പുറത്തേക്ക് കളയാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സെല്ലുകളിൽ വരുന്ന ഡാമേജസ്, ഇപ്പൊ ഡെഡ് സെൽ കറക്റ്റ് ആയിട്ട് ഒരു ഇത്ര ദിവസം കഴിയുമ്പോൾ ഒരു സെല്ല് ഡാമേജ് ആവുകയും പുതിയ സെല്ല് രൂപപ്പെടുകയും ചെയ്യുമ്പോൾ പഴയ സെല്ലുകളെയൊക്കെ നശിപ്പിച്ച് കളയാനും ഉത്തരവാദിത്തമുള്ളത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെയാണ്. സോ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായി കഴിഞ്ഞാൽ പഴയ സെല്ലുകളൊന്നും പോവില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ ക്യൂമുലേറ്റ് ചെയ്യും, ട്യൂമറും ക്യാൻസറും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് ഡയറ്റ് എന്ന് പറയുന്ന അന്ധമായിട്ട് ഡയറ്റ് ചെയ്താൽ വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ പറയുന്നത്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട്, വൈറ്റമിൻ ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒമേഗ 3യും വൈറ്റമിനും മിനറലും ഒക്കെ കൊടുത്താലേ ഇമ്മ്യൂൺ സിസ്റ്റം പണിയെടുക്കുള്ളൂ. അതേപോലെ തന്നെ ഫാറ്റിക്, ഭയങ്കര ക്ഷീണായിരിക്കും, മൊത്തത്തില് ഒരു എന്താണ്, ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നമ്മൾ വഴുതി വീഴും. നമ്മുടെ മെറ്റബോളിസംസ് ഒന്നും കൃത്യമായിട്ട് നടക്കില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെയിറ്റ് മാനേജ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ദയവ് ചെയ്ത് നമ്മൾ കുറയ്ക്കണം, പ്രോട്ടീന്റെ അളവ് നമ്മൾ കൂട്ടണം, മൾട്ടിവൈറ്റമിൻസ് ആൻഡ് മിനറൽസിന്റെ അളവ് നമ്മൾ കൂട്ടണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. നമ്മളെ ഈ കലോറി ഇൻടേക്കിൽ നിന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാനും സാധിക്കും. നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പൊ ഇവിടെ വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിലും വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മളുടെ ജേർണി ഇവിടെ ആരംഭിക്കുന്നു. നമുക്ക് ഇനി പതുക്കെ ഓരോ സ്ലൈഡിലേക്ക് ഇങ്ങനെ മാറിപ്പോവാം. ഇതായിട്ട് മാറണില്ലല്ലോ. ഓക്കെ, ബ്ലറായിട്ടാ കാണണല്ലേ സാറേ? ചില സമയങ്ങളിൽ ഓക്കെ ഇപ്പൊ ക്ലിയർ ആയി, മാറിയിരുന്നു. ശരി ശരി, ഓക്കെ. ബ്ലർ ഉണ്ട് കേട്ടോ, അത് സിസ്റ്റം സ്ലോ ആണോ നെറ്റ്വർക്കിന് സ്ലോ ആണോ എന്നറിയില്ല. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഇവിടെ ഓൾറെഡി വെയിറ്റ് കുറച്ച ആളുകളുടെ കുറച്ച് ടെസ്റ്റിമോണീസ് ആണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, 4.5 കിലോ കുറച്ചു, 5 കിലോ കുറച്ചു, 3 കിലോ കുറച്ചു, 9 കിലോ കുറച്ചു, 11 കിലോ കുറച്ചു, അങ്ങനെ കുറച്ച് ആളുകളുടെ ടെസ്റ്റിമോണീസ് ആണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ടെസ്റ്റിമോണീസ് ആണ്. നമ്മുടെ
സൗത്ത് ഇന്ത്യ റീജിയണൽ ഹെഡ് ആയിട്ടുള്ള റിജിൽ സാറും 13 കിലോ കുറച്ചിട്ടുണ്ട്. വളരെ സ്ലിം ആയി സാറ്. അങ്ങനെ കുറെ വ്യക്തികളുടെ വെയിറ്റ് കുറച്ച ഒരു ടെസ്റ്റിമണിയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളായിരിക്കുന്ന വസ്ത്രവണ്ണുള്ള ആളായിക്കോട്ടെ, വിഷമിക്കേണ്ട. നമ്മൾ ഇനി ട്രാൻസ്ഫോം ചെയ്യാൻ പോകണം. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോകണം. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇനി തിരിച്ചു വരാത്ത ഒരു മാറ്റത്തിലേക്ക് നമ്മൾ വിധേയമാകുന്നു. ഐസ് ടു വെള്ളമല്ല. വെള്ളം എപ്പോ വേണമെങ്കിലും ഐസ് ആവാം, ഐസ് എപ്പോ വേണമെങ്കിലും വെള്ളമാവാം. ഒരു പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്ക് വരുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷന് നമ്മൾ തയ്യാറാവാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. ജേർണി, ഫുഡ്, മൂവ്മെന്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി, പിന്നെ ഏറ്റവും കൂടുതലുള്ളത് പ്രോഗ്രസ് എന്ന് പറഞ്ഞ ഒരു 6 സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പോണത്. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ പോകുന്നു. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒബീസിറ്റി എന്താന്നുള്ളതും, ഒബീസിറ്റി വന്നാലുള്ള പ്രോബ്ലംസ് എന്താന്നുള്ളതും, ഒബീസിറ്റി വരാനുള്ള റീസൺസ് എന്താന്നുള്ളതും ഒക്കെയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഒബേസിറ്റി കുറയ്ക്കാൻ എന്ത് ചെയ്യണമെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ചെയ്യേണ്ടത്? കലോറി ഇൻടേക്ക് കുറയ്ക്കുക, കലോറി എക്സ്പെൻഡിച്ചർ കൂട്ടുക, അത്രേ ഉള്ളൂ. വരവ് കുറച്ചിട്ട് ഉള്ളിലേക്ക്, വയറ്റിന്റെ ഉള്ളിലേക്ക്, വായുടെ ഉള്ളിലേക്ക് പോകുന്ന വരവ് കുറച്ചിട്ട് ചെലവ് കൂട്ടുക. ശരീരത്തിൽ നിന്ന് ആ എക്സസ് ആയിട്ടുള്ള ഫാറ്റിനെ പുറത്തേക്ക് കത്തിച്ച് കളയാനായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ നോക്കിയ കാര്യങ്ങൾ. ഇനി നമ്മൾ പതുക്കെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നു. ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം നമ്മൾ നമ്മുടെ ശരീരത്തിനെ അളക്കണം, അല്ലെ? ഓരോരുത്തരും അവരവരുടെ ശരീരത്തിനെ ഒന്ന് അസസ് ചെയ്യാനുണ്ട്, അനലൈസ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെഷർമെന്റ്സ് ഒന്ന് നോക്കി വെക്കാനുണ്ട്. എല്ലാവർക്കും അവരുടെ ഹൈറ്റും വെയിറ്റും മിനിമം അറിഞ്ഞിരിക്കണം. നമ്മുടെ ഹൈറ്റ് എത്രയാണ്, നമ്മുടെ വെയിറ്റ് എത്രയാണ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇത് അസസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അസസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റ്, വെയിറ്റ് നമ്മൾ അറിയണം. അതേപോലെ നമ്മൾ അറിയേണ്ടതാണ് നമ്മുടെ BMI. BMI എന്താന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡ് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് BMR എന്താന്ന് അറിയണം. നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം കൊഴുപ്പടിഞ്ഞിട്ടുണ്ട് നമുക്കറിയണം. വിസറൽ ഫാറ്റ് എന്താണ്, നല്ല ഫാറ്റ് എത്ര ഉണ്ട്, അതുപോലെ തന്നെ ബോഡി ഏജ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ എക്സാമ്പിൾ തന്നെ എടുത്തോളൂ. എന്റെ വയസ്സ് 38ആണ്. ഞാന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ എന്റെ ബോഡി ഏജ് കാണിക്കേണ്ടത് 45ആണ്. സോ ഇതിന്ന് എന്ത് മനസ്സിലായി? എന്റെ ബയോളജിക്കൽ ഏജ് 38 ആണെങ്കിലും എന്റെ ശരീരത്തിന്റെ ഏജ് പുറത്തുനിന്ന് ടെക്സ്ചർ നോക്കുന്ന സമയത്ത് 45 കാണിക്കുന്നു. അപ്പൊ അത് മെഷർ ചെയ്യണത്, ഈ ബോഡി ഏജ് ഒക്കെ മെഷർ ചെയ്യണത് നമ്മുടെ അബ്ഡമിനൽ ഏരിയ ആണ്. അബ്ഡമിനൽ ഏരിയ എന്ന് പറഞ്ഞാൽ വയർഭാഗമൊക്കെയാണ് അത് മെഷർ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാനുണ്ട്. ഇത് അനലൈസ് ചെയ്താൽ മാത്രമാണ് നമ്മൾ എത്രത്തോളം ഫിറ്റ് ആവണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അത് പറയുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ബോഡി കോമ്പോസിഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫാറ്റ് 2 തരത്തിലാണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുക. അപ്പൊ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 2 തരത്തിലുള്ള ഫാറ്റ് ഉണ്ട്. ഒന്ന് വിസറൽ ഫാറ്റും ഒന്ന് സബ്ക്യൂട്ടേനിയസ് ഫാറ്റും. വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് വില്ലനാണ് കേട്ടോ. ശരിക്കും നമ്മൾ സിനിമയൊക്കെ കാണുന്ന സമയത്ത് വില്ലന്മാരെന്താണ്, ഒരു കണ്ണി ചോറില്ലാത്തവരാണ്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. വില്ലന്റെ എൻട്രി തന്നെ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. വില്ലൻ വന്നു കഴിഞ്ഞാൽ അതുവരെ സ്മൂത്ത് ആയിട്ട് പോരുന്ന കാര്യങ്ങളൊക്കെ തകിടം മറിയും. ഇതേപോലെയാണ് നമ്മുടെ വിസറൽ ഫാറ്റ്. വിസറൽ ഫാറ്റിന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് വെച്ചാൽ ഇത് പുറത്തേക്ക് കാണില്ല. ഈ കൊഴുപ്പ് ഇപ്പോ വണ്ണല്ലാത്ത ആളുകൾ, ചില ആളുകളുടെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആകെ ഇങ്ങനെ കനം കുറഞ്ഞു ഒന്ന് ആഞ്ഞു ഊതി അവർ പറക്കും. അത്ര കനേ അവരുണ്ടാവുള്ളൂ. തീരെ കനം കുറവായിരിക്കും, തീരെ വണ്ണം ഉണ്ടാവില്ല. പക്ഷെ അവരുടെ ബ്ലഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഹൈ ആയിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കാറുണ്ട്, ദൈവം അപ്പൊ ഇവരുടെ കൊഴുപ്പ് എത്രത്തോളാണ് ഇന്റേണൽ ഓർഗൻസിന്റെ ഉള്ളിൽ അടിയണേന്ന്. അതായത് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് വില്ലനെന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് നമ്മൾ ഈ കഴിക്കുന്ന കലോറിയിൽ നിന്ന് വരുന്ന എക്സസ് ആയിട്ട് വരുന്ന കലോറി കൊഴുപ്പ് രൂപത്തിൽ മാറി അടിയാൻ സെലക്ട് ചെയ്തെടുക്കപ്പെടുന്ന സ്ഥലം ആന്തരിക അവയവങ്ങളാണ്. ആന്തരിക അവയവത്തിന്റെ ഉള്ളിൽ പോയിട്ടാണ് അടിയണത്. നിങ്ങൾക്ക് ഈ ആരോ മാർക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടോ? ഫസ്റ്റ് വിസറൽ ഫാറ്റ്. അത് തന്നെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് ആന്തരിക അവയവത്തിലല്ല അടിയണത്, പകരം തൊലിയുടെ അടിഭാഗത്താണ് അടിയണത്. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന്റെ അടിഭാഗത്താണ് അടിയണത്. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുറത്തേക്ക് അമിത വണ്ണം കാണിക്കും, നല്ല വണ്ണം അവരെ കാണുമ്പോൾ ഫീൽ ചെയ്യും. അപ്പൊ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഡെപ്പോസിറ്റിനെക്കാട്ടിലും അപകടകാരി
ഇത്രയാണ് വിസറൽ ഫാറ്റ് ഡെപ്പോസിറ്റ്. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം കളയേണ്ടത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഫാറ്റ് കോമ്പോസിഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോണത് ഒരു വ്യക്തിയുടെ പോയോ 1 സെക്കൻഡ്, ഒരു മിനിറ്റ്. ഓക്കെ, ഒരു മിനിറ്റ്, സിസ്റ്റം ഹാങ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് സാറേ, ഞാൻ അറ്റൻഷൻ ഓഫ് ആക്കട്ടെ. ഓക്കെ, സോറി ലീഡേഴ്സ്, ചെറിയൊരു ടെക്നിക്കൽ എറർ. എന്റെ സിസ്റ്റത്തിന് എന്തോ പ്രശ്നമുണ്ട്. സോറി കേട്ടോ, എല്ലാവരുടെ അടുത്തും എക്സ്ട്രീംലി സോറി. ഓക്കെ, നമ്മളിനി നോക്കാൻ പോണത് ബേസൽ മെറ്റബോളിക് റേറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, BMI, BMR, ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പൊ ഇനി നമ്മൾ വഴി അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതില് ആദ്യത്തെ ഒരു അളവുകോലാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി എത്രയാണോ അതിനെയാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നല്ലപോലെ സിവിയർ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ബേസൽ മെറ്റബോളിക് റേറ്റും ഒരു സ്ഥലത്ത് ഇരുന്ന്, ഇപ്പൊ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ബേസൽ മെറ്റബോളിക് റേറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലായതുകൊണ്ട് അവർക്ക് ബേസൽ മെറ്റബോളിക് റേറ്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ദിവസം ഒരു ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി ഇത്രയാണ് എന്ന് പറയുന്നതാണ്. അതിന് കുറെ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി, ഒരു ആണിനെ സംബന്ധിച്ച്, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അതായത് വലിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് ഒരു ദിവസം ആവശ്യം വരാന്ന് പറയുന്നത് 1600 മുതൽ 1800 കിലോ കലോറിയാണ്. 1600 മുതൽ 1800 കിലോ കലോറിയാണ് ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്നത്. ഒരു ലേഡിയെ സംബന്ധിച്ച്, ഒരു ഫീമെയിലിനെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്, ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് 1400 മുതൽ 1600 കിലോ കലോറിയാണ് ഒരു ദിവസം ആവശ്യം വരുന്നത്. പക്ഷെ ഇതിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ, അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുന്ന സംഭവം എന്താ വെച്ചാല്, ഇപ്പൊ ആണുങ്ങളെ സംബന്ധിച്ചാലും പെണ്ണുങ്ങളെ സംബന്ധിച്ചാലും നമുക്കറിയാം ശരീരത്തിന് ഒരു നിശ്ചിത അളവ് കലോറിയെ വേണ്ടതുള്ളൂ. പക്ഷെ നമ്മൾ കഴിക്കുന്ന, ഫോർ എക്സാമ്പിൾ നോക്കാം, 1600 കിലോ കലോറി വേണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവര് കഴിക്കുന്ന ആഹാരത്തില് 2000 കലോറി ഉണ്ടെങ്കിലോ ഒരു ദിവസം 400 കിലോ കലോറി
കിലോ കലോറി എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. എനർജിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് കലോറി. അപ്പോ അത് കൂടുതലാണ്. 400 കിലോ കലോറി കൂടുതലാണ്. 10 ദിവസം കഴിയുമ്പോഴോ 4000 കിലോ കലോറി കൂടുതലായി. അപ്പൊ തന്നെ നമുക്ക് കിലോ കണക്കിന് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അടിയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോ നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് എത്രയാണെന്നുള്ളത് അറിയാന്നുള്ളതാണ്. അപ്പൊ അതിന് അറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ട്, ഇന്ന് നമുക്ക് മെഷീൻസ് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്പൊ ആദ്യത്തെ മെഷർമെന്റ് എന്ന് പറയുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് ആണ്. ബേസൽ മെറ്റബോളിക് റേറ്റ് എന്താണെന്ന് ഒന്നും കൂടിയും പറയാം. നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം പണിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് ബേസൽ മെറ്റബോളിക് റേറ്റിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്തത് ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല അവിടെ തന്നിട്ടുണ്ട്. BMI എന്ന് പറയും, എളുപ്പം പറയാൻ. വെയിറ്റ് എഴുതുക, അതിന്റെ താഴെ ഹൈറ്റ് മീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 170 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 1.70. അപ്പൊ 2 പ്രാവശ്യം 1.70 ഗുണിക്കണം. എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിനെ നമ്മുടെ വെയിറ്റ് കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് BMI കിട്ടും. BMIയുടെ നോർമൽ അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 18.5 താഴെയുള്ള BMI ഉള്ള ആളാണെങ്കിൽ അവർ അണ്ടർ വെയിറ്റ് ആണ്. അവർക്ക് അധികം വെയിറ്റ് ഇല്ല, അണ്ടർ വെയിറ്റ് ആണ്, ശോഷിച്ച ശരീരമാണ്. 18.5 മുതൽ 22.9, അതായത് 23 വരെ നോർമൽ ആണ്, കുഴപ്പമില്ല. 23 മുതൽ 24.9 വരെ വെയിറ്റ് തന്നെയാണ്, ഓവർ വെയിറ്റ് ആണ്. പക്ഷെ 25 മേലെ പോവാണെങ്കിൽ ഒബീസ് ആണ്. ഇനി 30 മേലെ പോവാണെങ്കിൽ എക്സ്ട്രീംലി ഒബീസ് ആണ്. ഈ ഒബീസിറ്റി കളയാൻ വേണ്ടിയിട്ട് ഇന്ന് സർജറീസ് പോലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കുക, അത്രത്തോളം ആളുകൾ കോൺഷ്യസ് ആണ് ഈ ഒബീസിറ്റി മാറ്റാൻ വേണ്ടിയിട്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോണത് നമ്മളുടെ ഐഡിയൽ വെയിറ്റ് ആണ്. ഐഡിയൽ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ നമ്മളുടെ ശരീരം നമ്മളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള തൂക്കത്തിലാവില്ല ഇപ്പൊ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഇൻ മീറ്റർ ഇൻറ്റു 23. നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ്? ഒരു ഉദാഹരണം, നിങ്ങളൊരു 180 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അപ്പൊ അതിന് നമ്മൾ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്താൽ മതി? 1.80 എന്ന് എഴുതിയാൽ മതി. 1.80 ഇൻറ്റു 1.80 ഇൻറ്റു 23. വേറൊരു കണക്ക് പറയാം. ഇപ്പൊ 164 സെന്റിമീറ്റർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 1.64 അവരുടെ ഹൈറ്റ് മീറ്ററിൽ. 1.64 ഇൻറ്റു 1.64 ഇൻറ്റു 23 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു വെയിറ്റ് കിട്ടും. ഇതാണ് നമ്മുടെ ഐഡിയൽ വെയിറ്റ്. അതായത് എന്റെ ശരീരത്തിന്റെ ഹൈറ്റിന് ആവശ്യമായിട്ടുള്ള വെയിറ്റ് ഇതാണ്. പക്ഷേ ഒരു ഉദാഹരണം, ഐഡിയൽ വെയിറ്റ് 60 കിലോനുള്ള ഒരു വ്യക്തിക്ക് 80 കിലോ അവരുടെ ശരിക്കും ഇപ്പൊ തൂക്കമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? 20 കിലോ കുറയ്ക്കണം. അതാണ് ടാർഗറ്റഡ് വെയിറ്റ്. എത്ര കിലോ നമ്മൾ കുറയ്ക്കണം? നമുക്ക് ഇത്ര കിലോ കുറയ്ക്കണമെന്ന് ടാർഗറ്റ് വേണമല്ലോ. അപ്പൊ അമിത വണ്ണമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് 60 കിലോ മാത്രമേ തൂക്കം പാടുള്ളൂ. എന്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് 60 കിലോനാണ്. ഞാനൊരു 80 കിലോ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ 80-ൽ നിന്ന് 60 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിലോ കുറയ്ക്കാണ്ട്? 20 കിലോ കുറയ്ക്കാണ്ട്. അത് നമ്മൾ കുറച്ചെടുക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ് വെയിറ്റ്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫുള്ള് കണക്കാണെന്ന് വിചാരിക്കേണ്ട, ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ചെയർമാൻ, നമ്മുടെ MD സമീർ മോദി സാർ തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. സമീർ മോദി സാറിനെ മുന്നേ കണ്ടിട്ടുള്ള ആൾക്കാർ കുറച്ച് മുന്നത്തെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ അറിയാൻ പറ്റും. ഭയങ്കര വണ്ണുണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് സ്ലിമ്മായി ഫിറ്റ് ഇന്ത്യ, വെൽത്തി ഇന്ത്യ, ഹെൽത്തി ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലേക്ക് സാറ് വന്നു കഴിഞ്ഞു. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അപ്പോ നമ്മളുടെ എത്ര അമിതവണ്ണമുള്ള ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഇനി വിഷമിക്കേണ്ട. ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് 4 പ്രോഡക്ട്സ് നമുക്ക് കമ്പനി അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ ഓരോ പ്രോഡക്റ്റും നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതില് ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് ആണ്. പേരിലുള്ള പോലെ തന്നെ മീലിനെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതായത് നമ്മൾ കഴിക്കുന്ന 2 നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം, അത് ആർക്കാണ് 2 നേരം ആർക്കാണ് ഒരു നേരം എന്നുള്ളത് ഇപ്പൊ പറയാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് അതിന് പകരം മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് നമുക്ക് കഴിക്കാം.
8 ഫ്ലേവേഴ്സിൽ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്തൊക്കെയാണെന്ന് ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതില് വേ പ്രോട്ടീനും ഉണ്ട്, സോയ പ്രോട്ടീനും ഉണ്ട്, അതുപോലെ തന്നെ ഫൈബർ ഉണ്ട്. ഫൈബർ എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല ദഹനം നടക്കാനും നമുക്ക് വിശപ്പ് ഇടയ്ക്കിടയ്ക്ക് വിശക്കാതിരിക്കാനുമാണ് ഫൈബർ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ് ഉണ്ട്. പലരും ചോദിക്കാറുണ്ട്, പല ഡോക്ടേഴ്സും പറയാറുണ്ട് പ്രോബയോട്ടിക് കഴിക്കൂ. നമ്മുടെ തൈരൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രോബയോട്ടിക്കും ഒക്കെയാണ്. അപ്പൊ പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ഭക്ഷണം കുറയ്ക്കുകയാണെങ്കിൽ പോലും, നമ്മൾ ഭക്ഷണം വേണ്ടാന്ന് വെക്കുമ്പോൾ പോലും അതിന് പകരം നമ്മൾ ഈ കഴിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റില് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് കിട്ടി, പ്രോട്ടീൻ കിട്ടി, അതുപോലെ തന്നെ ഫൈബർ കിട്ടി. മൊത്തത്തിൽ നമ്മൾ ഹെൽത്തിയാണ്. ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളാണെങ്കിൽ വെയിറ്റ് കുറയും ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹെൽത്തി ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. സോയ പ്രോട്ടീനും വേ പ്രോട്ടീനും എന്തൊക്കെയാണ് ചെയ്യണേ അല്ലെ? നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗ്രോത്തിനായാലും റിപ്പയറിനായാലും ഒക്കെ, മസിൽ സ്ട്രെങ്തിനായാലും പ്രോട്ടീൻ ആവശ്യമാണ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്തിനാണ്? എനർജിക്കും ഇമ്മ്യൂണിറ്റിക്കും ആവശ്യമാണ്. പിന്നെ ഫൈബർ എന്തിനു വേണ്ടിയിട്ടാണ്? ഫൈബർ ഒന്നാമത്തെ കാര്യം നല്ല ഡൈജഷൻ നടക്കും, രണ്ടാമത്തെ കാര്യം വയറ് നിറഞ്ഞൊരു ഫീലിംഗ് നമുക്ക് തരും. പിന്നെ അടുത്തത് പ്രീബയോട്ടിക്സ് ആൻഡ് പ്രോബയോട്ടിക്സ് നമ്മളുടെ കുടലിന്റെ ഉള്ളിലെ നല്ല ബാക്ടീരിയാസിനെ നിലനിർത്താനും അതുപോലെ തന്നെ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ ഇതിൽ ജിഞ്ചർ എക്സ്ട്രാക്ട് ഇഞ്ചി അല്ലെങ്കിൽ ചുക്കിന്റെ ഗുണങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. നീർക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതില് ഞെരിഞ്ഞില് ചേർത്തിട്ടുണ്ട്. ഞെരിഞ്ഞിൽ നമുക്കറിയാം നീർക്കെട്ട് വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ്, ആയുർവേദ ഔഷധമാണ് ഞെരിഞ്ഞിൽ. അതും ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് 100% നാച്ചുറൽ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, ഇനിയിപ്പോ ഓരോന്നിനും ഫങ്ഷൻസ് ഇനി നോക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തേക്ക് പോവാം. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ, അതിന് മുന്നേ നമ്മളൊരു വ്യക്തി മീൽ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിന് പകരം എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു ഗ്ലാസ് സ്കിംഡ് മിൽക്ക് എടുക്കാം. സ്കിംഡ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട മാറ്റിയ പാലെടുക്കാം. അതിലേക്ക്, അല്ലെങ്കിൽ സ്കിംഡ് മിൽക്ക് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, അത് എടുക്കുക. അതിലേക്ക് ഒരു സ്കൂപ്പ്, അതായത് 25 ഗ്രാം ഷേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. പല ഫ്ലേവറിൽ ഷേക്ക് നമുക്ക് അവൈലബിൾ ആണ്. നന്നായി മിക്സ് ചെയ്യുക, നമ്മളുടെ ഷേക്ക് റെഡി. ഇതിന്റെ കൂടെ നമുക്ക് പ്രോട്ടീൻ സപ്ലിമെന്റ് കൂടി ആഡ് ചെയ്യാം. കാരണം എന്താ, നമ്മൾ പെട്ടെന്ന് ഒരു വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ക്ഷീണം നമ്മളെ പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനോടൊപ്പം തന്നെ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും നമുക്ക് അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ. നമുക്ക് ഓൾറെഡി ഓൾ പ്ലാന്റ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതിന് ഏകദേശം അതേ റിസംബ്ലൻസ് ഉള്ള, ഏകദേശം അതേപോലത്തെ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ്റെ പോലത്തെ തന്നെ പ്രോഡക്റ്റ് ആണ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ എങ്ങനെയാണോ പറയാറ് അതേപോലെ തന്നെ വീറ്റ് പ്രോട്ടീൻ, സോയ് പ്രോട്ടീൻ, പീ പ്രോട്ടീൻ ഇത് തന്നെയാണല്ലോ അതിനും കണ്ടന്റ്, സെയിം കണ്ടന്റ് ആണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി സ്കോർ നമുക്ക് 1 ആണ്. ഗ്രേഡ് 1 ക്വാളിറ്റി പ്രോട്ടീൻ ആണ്. ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏത് ഭക്ഷണത്തിനും കൂടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത എല്ലാ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സിനെയും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർക്ക് വേണമെങ്കിലും കഴിക്കാം. 12 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് പോലും ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കാം, ഈ പ്രോട്ടീൻ കൊടുക്കാം. അതായത് 3 പ്രാവശ്യമെങ്കിലും കൊടുക്കാം 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു സ്കൂപ്പ് മാത്രം ഒരു ദിവസം കൊടുത്താൽ മതി. അപ്പൊ ശരിക്കും ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് സഹായിക്കുക? മീൽ റീപ്ലേസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഗ്ലാസ് പാലിലേക്ക്, പാലോ വേറെ കോമ്പിനേഷൻസ് വരുന്നുണ്ട് കേട്ടോ, പാലിലേക്ക് അതായത് സ്കിംഡ് മിൽക്കിലേക്ക് അല്ലെങ്കിൽ പാലിന്റെ പാട മാറ്റിയ പാലിലേക്ക് ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറും ഒരു സ്കൂപ്പ് ഷേക്കും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർബായി. ഓക്കെ, അപ്പൊ ഇതാണ് ആ പ്രോഡക്റ്റ്. ഇനി ഇതിൽ ഏതിലെല്ലാം യൂസ് ചെയ്യാന്നുള്ള കുറെ പിക്ചേഴ്സ് ആണ്. അത് പോട്ടെ. ഇനി അടുത്തത് നമുക്ക് അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫാറ്റ് ബേണിംഗ് ക്യാപ്സ്യൂൾ ആണ്. അപ്പൊ അതിന് മുന്നേ ഈ കലോറീസ് ഇതിപ്പോ നമ്മൾ പറഞ്ഞാലും നിങ്ങൾക്ക് എത്രത്തോളം ഓർമ്മയിൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല.
ഈ PDF ഓൾറെഡി നമുക്ക് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കാം. സ്കിംഡ് മിൽക്കിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 248 കലോറിയാണ് കിട്ടുക. പ്രോട്ടീൻ പൗഡറും അതുപോലെ തന്നെ നമ്മളുടെ ഷേക്കും എല്ലാം കൂടിയിട്ട് 248 കലോറിയാണ് നമുക്ക് കിട്ടുക. അത് തന്നെ ഇവിടെ വേറെ കുറെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. വെള്ളത്തിൽ നമുക്ക് കഴിക്കാം, മോരില് കഴിക്കാം, വെള്ളത്തില്, മോരില്, തേങ്ങാപ്പാലില് ഒക്കെ നമുക്ക് കഴിക്കാം. ആൽമണ്ടിന്റെ ബദാം പാലില് കഴിക്കാം, സോയ് മിൽക്കിൽ കഴിക്കാം, ഏതിൽ വേണമെങ്കിലും കഴിക്കാം. അതിന്റെ ഒക്കെ എമൗണ്ട് ആണ്, എത്ര കലോറി കിട്ടും എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യം തന്നെ ഉള്ളത് വെള്ളത്തിലാണ് കേട്ടോ, 137 കലോറി കിട്ടും. അങ്ങനെ ഓരോന്നും കാറ്റഗറൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പാലില് വേണം. ഇനിയിപ്പോ പാല് കുടിക്കാത്ത ആൾക്കാരുണ്ടാവും. തേങ്ങാപ്പാല്, കനം കുറഞ്ഞ തേങ്ങാപ്പാലിട്ട്, ആദ്യത്തെ പാലല്ല പറഞ്ഞേ, കനം കുറഞ്ഞ തേങ്ങാപ്പാല് കുടിക്കാം, അല്ലെങ്കിൽ മോരില് കുടിക്കാം. ഏതിൽ വെള്ളം ഒന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിലായാലും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ഇനി അടുത്ത പ്രോഡക്റ്റ് ആണ് ഫാറ്റ് ബേണർ ക്യാപ്സ്യൂൾ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ വിസറൽ ഫാറ്റ് വില്ലൻ ആണെന്ന് പറഞ്ഞു അല്ലെ. പുറത്തേക്ക് ഒന്നും കാണില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പിനൊക്കെ കത്തിച്ച് കളയാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഫാറ്റ് ബേർണർ ക്യാപ്സ്യൂൾ. അപ്പൊ ഇത് അതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് വിശക്കില്ല. വിശപ്പ് അധികം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന ഒരു ടെൻഡൻസി ഇല്ലാതെയാക്കും. അതുപോലെ തന്നെ അമിതമായി കൊഴുപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രക്രിയ. അപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവും. ഇതിൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രോഡക്ട്സും 100% നാച്ചുറൽ ആണെന്ന് വീണ്ടും 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 എടുത്ത് പറയാണ്. നമ്മൾ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതും 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഗ്രീൻ കോഫി ബീൻ എക്സ്ട്രാക്ട്, ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, അതുപോലെ തന്നെ പിന്നെ വലിയ പേരൊന്നും കേട്ട് പേടിക്കേണ്ട, കൊടംപുളിയാണ് കേട്ടോ. കൊടംപുളിയും ഹരിതകി എന്ന് പറയുന്നത് കടുക്ക, ഈ സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് ഫാറ്റ് ബേണിംഗ് ക്യാപ്സ്യൂളിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മളുടെ കുടലിൽ ഉണ്ടാവുന്ന കൂടുതൽ വീണ്ടും വീണ്ടും വിശപ്പ് ഉണ്ടാക്കുന്ന ലെപ്റ്റിൻ എന്ന് പറയുന്ന എൻസൈമിന്റെ ഉൽപാദനം കുറയ്ക്കുന്നു. നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഭക്ഷണത്തിൽ നിന്ന് അത് ഫാറ്റിലേക്ക് കൺവേർട്ട് ആവുന്ന പ്രക്രിയയെ കുറയ്ക്കുന്നു. ഇങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പില്ലാതെ, വിശപ്പുണ്ടാക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫാറ്റ് ബേണിംഗ് ക്യാപ്സ്യൂൾ. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇത് ഉപയോഗിക്കേണ്ട രീതി വെറും വയറ്റിലാണ് കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെള്ളമൊക്കെ കുടിക്കുമല്ലോ, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിക്കണം. അരമണിക്കൂർ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നെയാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് ചായ നമ്മൾ ഇനി വേണ്ടാന്ന് വെക്കുകയാണ്. ചായയും കാപ്പിയൊക്കെ നമ്മൾ തൽക്കാലം വേണ്ടാന്ന് വെക്കുകയാണ്. വെയിറ്റ് ലോസ് അതുപോലെ വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫാറ്റ് ബേർണർ പ്രീമിക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ലെമൺ ഫ്ലേവർ ആണ്. നമ്മുടെ ലെമൺ ടീ കുടിക്കില്ലേ, ഏകദേശം അതുപോലെ ലെമൺ ഫ്ലേവർ ആണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസും 100% നാച്ചുറൽ ആണ്. ഇതിലും കൊടംപുളിയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, ചുക്കിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, ഗ്രീൻ കോഫി ബീനിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, പിന്നെ കുരുമുളകിന്റെ സത്താണ്. ഇതൊക്കെയാണ് ഇതിന്റെ കണ്ടൻസ്. അപ്പോ നല്ലൊരു മസാല ചായ കുടിക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ടാവില്ല, ചുക്കും കുരുമുളകൊക്കെ അല്ലേ. അപ്പോ നല്ലൊരു എഫക്റ്റ് നമുക്ക് കിട്ടും. രാവിലെയും വൈകിട്ടും നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണ്. പകരം ചായ നമ്മൾ മാറ്റിവെച്ചു. ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ മധുരം അത്രയും ആവശ്യമുള്ള ആളുകളാണെങ്കിൽ ഹണി ചേർക്കാം. പഞ്ചസാരയല്ല, നമുക്ക് വേണമെങ്കിൽ തേൻ ചേർത്ത് കഴിക്കാം. ഇതെങ്ങനെ കഴിക്കണം? നമുക്ക് കിട്ടുന്നത് സാഷറ്റ് ഫോമിലാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ചെറിയ പാക്കറ്റ് രൂപത്തിലാണ്. അപ്പൊ നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഈ പാക്കറ്റ് അങ്ങനെ തന്നെ പൊട്ടിച്ച് ഇടുന്നു, നന്നായി മിക്സ് ചെയ്യുന്നു. രാവിലെയും വൈകിട്ടും നമുക്ക് ഓരോ ഗ്ലാസ് കുടിക്കാം. പൊട്ടിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം അത് ഉപയോഗിച്ച് തീർക്കാന്നുള്ളതാണ്. ഇനി ഒരു ഡിഫറൻസ് പറയാണ്, അതായത് വെയിറ്റ് കൺട്രോളും അതുപോലെ തന്നെ അതായത് വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയും വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് ടൈപ്പ് ആളുകളും നമുക്ക് മീറ്റിംഗിൽ ഉണ്ടാവും. വെയിറ്റ് ഓൾറെഡി കുറയ്ക്കണം എന്നുള്ള ആളുകളുണ്ടാവും, വെയിറ്റ് മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ ആദ്യത്തെ ഒരു ഫ്ലോ ചാർട്ട് നോക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ വെറും വയറ്റിൽ ക്യാപ്സ്യൂൾ കഴിക്കുക. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പാലിലോ വെള്ളത്തിലോ മോരിലോ ഏതിലാണോ നമുക്ക് സൗകര്യം അതില് ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറും ഒരു സ്കൂപ്പ് ഷേക്കും കൂടി മിക്സ് ചെയ്യുക, കഴിക്കുക. അത് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പതുക്കെ വിശപ്പൊക്കെ വരാൻ അല്ലെ, പൊതുവെ എല്ലാവർക്കും ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളൊന്നും കുറിക്കും.
ആ സമയത്ത് അതും ഇതിലേക്കൊന്നും പോവാതെ, ബേക്കറി സാധനത്തിലേക്കൊന്നും പോവാതെ നമ്മുടെ പ്രീമിക്സ്, ഫാറ്റ് ബർണർ പ്രീമിക്സ് കഴിക്കാം. ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ്, നമ്മുടെ നോർമൽ ഫുഡ് നമുക്ക് കഴിക്കാം. ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ച് നമ്മുടെ ഇഷ്ടമാണ്. അതും ഒരു മൈ പ്ലേറ്റ് ടെക്നിക്ക് ഉപയോഗിച്ചാൽ അടിപൊളിയായി. പിന്നെ 4 മണിയാകുമ്പോൾ ചായ മാറ്റി വെക്കുന്നു, പകരം പ്രീമിക്സ് തന്നെ കഴിക്കുന്നു. രാത്രി ഡിന്നർ ഒരു 7 മണിക്ക് മുന്നായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് പാലിലോ വെള്ളത്തിലോ മോരിലോ ഏതിലാണോ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറും ഒരു സ്കൂപ്പ് എന്താണ് ഷേക്കും കൂടി മിക്സ് ചെയ്ത് കഴിക്കാം. ഇത് വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഫാറ്റ് ഒന്നും അധികം ഇല്ല, എനിക്ക് വെയിറ്റ് ഒന്നും കുറയ്ക്കേണ്ട, എനിക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി, അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ള റുട്ടീനാണ് പറയുന്നത്. രാവിലെ വെറും വയറ്റിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫാറ്റ് ബേണിംഗ് ക്യാപ്സ്യൂൾ, അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞിട്ടുള്ള വിസറൽ ഫാറ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മിതമായ അളവിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അരമണിക്കൂർ കഴിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. അത് കഴിഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ചായ കുടിക്കാം. ചായക്ക് പകരം പ്രീമിക്സ് ഇട്ടോ, ചായ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതിലത്തെ പ്രീമിക്സ് ആണ്. ഉച്ചയ്ക്ക് നല്ലൊരു അടിപൊളി ഫുഡ് കഴിക്കാം, ലഞ്ച് കഴിക്കാം. 4 മണിക്ക് നമ്മൾ വീണ്ടും പ്രീമിക്സ് കഴിക്കുന്നു. രാത്രി നമ്മൾ എന്താണ് കഴിക്കുന്നത്? രാത്രിയിലത്തെ ഭക്ഷണം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് പകരം ഷേക്കും പ്രോട്ടീൻ പൗഡറും പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. പാലിലോ വെള്ളത്തിലോ മോരിലോ നമ്മൾ കഴിക്കാം. അപ്പൊ ഇതിൽ നമുക്ക് ആകെ കൂടി മാറ്റം വന്നിട്ടുള്ള എന്താണ്? ചായ നമ്മൾ മാറ്റി വെച്ചു, പകരം പ്രീമിക്സ് ആക്കി. വെറും വയറ്റില് ഒരു ക്യാപ്സൂൾ കഴിച്ചു, രാത്രിയിലത്തെ ഭക്ഷണം മാറ്റി. ഇത്ര മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, വലിയ മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല നമ്മുടെ റുട്ടീനിൽ. ഓക്കെ, പിന്നെ ഇത് അതിനെ മിക്സ് ചെയ്യാനായിട്ടുള്ള ബോട്ടിലാണ്. അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് വിടുകയാണ്. പിന്നെ അടുത്തത് നമ്മളുടെ മൈ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്നു. നമ്മളുടെ പ്ലേറ്റ് നമ്മളാണ് ഡിസൈൻ ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാല് ഭക്ഷണം എന്ന് പറയുന്നത് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും കൂടി നിറയാനുള്ള സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവല്ല, ക്വാളിറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുന്നുണ്ടോ? ഉച്ചയ്ക്ക് ഒരു നേരം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും അതിൽ എന്താണ് ഉൾക്കൊള്ളിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും എന്താണ് മൈ പ്ലേറ്റ് എന്നുള്ളത്. ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതില് കുറച്ച് കുറച്ചായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മളുടെ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു കാര്യം ചെയ്യാം, ഒരു പ്ലേറ്റിന്റെ ഒരു കാൽഭാഗം ചോറിട്ടു. ചോറ് നമ്മളെ അസ്യൂഷ്വൽ ചോറ് നമുക്ക് വേണമല്ലോ. ചോറിട്ടു. ഒരു കാൽഭാഗത്ത് കുറച്ച് ഉപ്പേരി, ഞങ്ങൾ തൃശ്ശൂർ ഭാഷയാണ് ഉപ്പേരി, പല സ്ഥലങ്ങളിലും തോരൻ, മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയും. അത് ഇട്ടു. ഒരു ഭാഗത്ത് കറികൾ, ഇതിപ്പോ എണ്ണയിൽ പൊരിക്കാത്തതായിട്ടുള്ള, ഇപ്പൊ നോൺ വെജ് ആയാലും കുഴപ്പമില്ല, വെജ് ആയാലും കുഴപ്പമില്ല, എണ്ണയിൽ മുക്കി പൊരിച്ച സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് സംഭവങ്ങൾ. എടുത്തപ്പോ മീനായാലും ഇറച്ചിയായാലും എന്ന് വില എടുക്കാം. പിന്നെ റെഡ് മീറ്റ് കുറച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കുന്നത് നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് വെജിറ്റബിൾസ്, കടല, പയറ്, പരിപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനെ എല്ലാതും കൂടിയതാണ് നമ്മുടെ മൈ പ്ലേറ്റ്. അല്ലാതെ ഒരു പാത്രത്തിൽ നിറച്ച് ചോറിട്ടിട്ട് കുറച്ച് കറി കഴിക്കണതല്ല മൈ പ്ലേറ്റ്. വയറ് നിറയും ചെയ്യും, നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുകയും ചെയ്യും. ഓക്കെ, അതാണ് മൈ പ്ലേറ്റ് ടെക്നിക്ക്. അപ്പൊ ഇത് ഫോളോ ചെയ്യാം. ഉച്ച നേരത്തെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്യായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെയിറ്റ് കുറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. പിന്നെ കൃത്യമായി ഫോളോ അപ്പ്. എല്ലാറ്റിന്റെയും ബേസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളുടെ ഹൈറ്റും വെയിറ്റും അതേപോലെ നമ്മുടെ BMI-യും എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഈസി ആയിട്ട് നമുക്ക് ഒരു മാസത്തിൽ തന്നെ, പെട്ടെന്ന് വെയിറ്റ് ലോസ് അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു മാസത്തിൽ നമുക്ക് 1, 2, 3 കിലോനൊക്കെ കുറച്ച് പതുക്കെ കുറച്ച് നല്ല സ്ലിം ആയി, നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായി, അതിലുപരി പല അസുഖങ്ങളുടെ അമ്മയായ ഒബീസിറ്റിയിൽ നിന്ന് നമുക്ക് വലിയ ഒരു മോചനം കിട്ടുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഞാൻ ഇനി അടുത്ത PDF-ലോട്ട് പോകുന്നില്ല, കാരണം അത് ഇനിയും കുറെ ഉണ്ട് പ്രോസസ്. PDF-ൽ ഇനിയും കുറെ ഉണ്ട്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി അധികം വൈകാതെ മോദി കെയർ ഫിറ്റ്നസ് സെന്റേഴ്സ് ആരംഭിക്കും. ഇപ്പൊ ഓൾറെഡി MLC-യിലാണ് അനുവാദം കിട്ടിയിരിക്കുന്നത്. ഇനി DPs ഒക്കെ ഫിറ്റ്നസ് സെന്റേഴ്സ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഓരോ ലീഡർഷിപ്പിനും ഫിറ്റ്നസ് സെന്റേഴ്സിനുള്ള ലൈസൻസ് കൊടുക്കും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇത് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വലിയൊരു ഹ്യൂജ് മാർക്കറ്റാണ്, വലിയൊരു മാർക്കറ്റാണ്. ഒബീസ് ആയിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്.
അപ്പോ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു മിഷൻ എന്താ വെച്ചാല് ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയും ഒബീസിറ്റി എന്ന് പറയുന്ന വലിയ ഒരു മാരകമായിട്ടുള്ള ഒരു ജീവിതശൈലി രോഗത്തിൽ നിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം. ഓരോ ഇന്ത്യനും ഫിറ്റ് ആവണം. അതിലൂടെ ഇന്ത്യയുടെ അടുത്ത തലമുറ ഫിറ്റ് ആയിട്ടുള്ള ഒരു തലമുറയായിട്ട് മാറണം. അതോട് കൂടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു തലമുറയായിട്ട് മാറണം. ഓട്ടോമാറ്റിക് നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലിൽ ഗംഭീരമായിട്ടുള്ള ഒരു വിജയം കൈവരിക്കാൻ പോകുന്ന ഒരു രാജ്യങ്ങളായിരുന്നു, ഡെവലപ്ഡ് കൺട്രീസിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ പ്രോബ്ലം എന്ന് വെച്ചാൽ കുറെ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. ഈവൻ ചെറിയ കുട്ടികൾക്ക് പോലും ഡയബറ്റീസും ഒബീസിറ്റി ഒക്കെ കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് അല്ല ഇന്നത്തെ യൂത്ത് കീപ്പ് ചെയ്യണത്. സോ മൊത്തത്തിൽ നമ്മൾ ഹെൽത്തി ആവുന്നു, ഒബീസിറ്റിക്ക് വലിയൊരു ബായ് പറയുന്നു, ഫിറ്റ് ആവുന്നു, ഹെൽത്തി ആവുന്നു, ഓട്ടോമാറ്റിക്കലി നമ്മൾ വെൽത്തി ആവുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത നിങ്ങളുടെ